ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്യൂബർട്ടി ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രകാരമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ എണ്ണൊക്കെ തേപ്പിച്ചൊന്നും മഞ്ഞളും തേപ്പിച്ചൊന്നും ഞാൻ കുളിച്ചിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ ബന്ധുക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കസിൻസും മാമന്മാരും അതുപോലെ മിക്കവരും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ സെറ്റും മുണ്ട് ഇതേപോലെ ചുറ്റിയിട്ട് അതുപോലെ വാൽക്കണ്ണാടൊക്കെ പിടിച്ചിട്ട് ഞാൻ നേരെ ഇതാ ഇങ്ങനെ ചുറ്റി വന്നിട്ട് ചേച്ചിയാട്ടോ എനിക്ക് വിളക്കെടുത്തു തന്നു. അപ്പോൾ ഞാൻ പിന്നെ വിളക്കൊക്കെ പിടിച്ചു നേരെ ഹാളിക്ക് ചെന്നു കേട്ടോ. എന്നിട്ട് വിളക്ക് എങ്ങനെയൊക്കെയോ വെക്കാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്നോട്ട് മനസ്സിലായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വെച്ചു കേട്ടോ. വെച്ചതിന് ശേഷം അതേപോലെ വാൽക്കണ്ണാടിയും അതുപോലെ സെറ്റ് മുണ്ടൊക്കെ ഞാനൊരു കസേരയിൽ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇതാ പായ വിരിച്ചു ഞാൻ അതിൽ ഇരുന്നു കേട്ടോ. പിന്നെ ഇതാ ആദ്യം അമ്മയാട്ടോ എനിക്ക് പഴം എടുത്ത് തരിക കേട്ടോ. ഇത് മധുരം കൊടുത്തിട്ട് അരിയും പൂവിടുക ചടങ്ങായിരുന്നല്ലോ. അപ്പോൾ ആദ്യമൊക്കെ അമ്മ പഴം തന്നു. പിന്നെ ചേച്ചി എനിക്ക് ലഡ്ഡു എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഇതാ ചേച്ചി അരിയും പൂവ് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളക്കിൻ്റെ അവിടെ ഇട്ടു. അതുപോലെ എൻ്റെ തലയിലും ഇട്ടു കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ എനിക്കിതാ പഴമായിട്ട് എടുത്ത് തന്നത്. അപ്പോൾ പിന്നെ അച്ഛനും ഇതേപോലെ അരിയും പൂവൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തലയിലിട്ടു. പിന്നെ അടുത്ത ചടങ്ങ് കിണ്ടിയിൽ ഇങ്ങനെ 2 തവണ ഓങ്ങിയിട്ട് 3ാമത്തെ ഓങ്ങിൽ പൊട്ടിച്ചിട്ട് അതുപോലെ 7 സാധനങ്ങൾ പൊതിഞ്ഞിട്ടിട്ട് അതുപോലെ അത് 6 പേർക്ക് കൊടുക്കുക, ഒന്ന് എൻ്റെ കയ്യിൽ വയ്ക്കുക. അതുപോലെ എനിക്കിഷ്ടമായിട്ടോ. ഇതൊരു ഗെയിം പോലെ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതാ അച്ഛന്, അമ്മയ്ക്ക്, ചേച്ചിക്ക്, മാമന്, അതുപോലെ അച്ഛമ്മയ്ക്ക്, അങ്ങനെ വേണ്ടവർക്കൊക്കെ ഞാൻ ആർക്കൊക്കെ 7 പേർക്ക് കൊടുത്തു. പിന്നെ ഞാനും എടുത്തു കേട്ടോ. പിന്നെ അതിലെന്തോ മഞ്ഞൾ, കരി, അതേപോലെ തുളസി, സ്വർണം, അങ്ങനെ 7 സാധനങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയത് മഞ്ഞളായിരുന്നു കേട്ടോ. എനിക്കൊരു മഞ്ഞൾ കഷ്ണമാണ് കിട്ടിയത്. പിന്നെ സ്വർണം കിട്ടിയത് മാമനായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ക്യൂവിൽ നിന്നിട്ട് എനിക്ക് മധുരം തരുന്ന പോലെയായിരുന്നു കേട്ടോ. എല്ലാവരും വരിക, മധുരം തരിക, അരിയും പൂവും ഇട്ടിട്ട് പോവുക. ഇതായിരുന്നു കേട്ടോ എല്ലാവരും ചെയ്തായിരുന്നത്. മാമന്മാരും അതുപോലെ കസിൻസും അമ്മായിമാരും അങ്ങനെ എല്ലാവരും ചെയ്തിട്ട് പോയിട്ടോ. ഒരു വലിയ ക്യൂ തന്നെ ആട്ടോ എനിക്ക് തോന്നി. എനിക്ക് ചവയ്ക്കാനുള്ള നേരം പോലും കിട്ടിയില്ല കേട്ടോ. എനിക്ക് കുറേ പേര് പഴമാട്ടോ തന്നത്. എനിക്ക് ആകെ കുറച്ച് പേരെ ലഡ്ഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഇങ്ങനെ തരുമ്പോൾ ഒപ്പം തന്നെ എനിക്ക് ഡ്രസ്സും അതുപോലെ ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാച്ച എനിക്ക് ഒരു പഴം എടുത്തു തന്നു. അത് ഞാൻ നിലത്തളഞ്ഞു. പിന്നെ 2ാമത്തെ പഴം നിലത്തളഞ്ഞു. അതോടെ എങ്ങനെയൊക്കെ കഴിച്ചു കിട്ടും. പിന്നെ ഇതാ വെല്ലിച്ച് എനിക്ക് ലഡ്ഡു വരാൻ നോക്കിയതാട്ടോ. എനിക്ക് തരുന്നില്ല രീതിക്ക് കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എൻ്റെ കൂട്ടുകാരികൾ വന്നു കേട്ടോ. അതുപോലെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. പിന്നെ ഓരോരോ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഡ്രസ്സും മാറ്റാനൊന്നും പറ്റിയില്ല. കുറച്ചൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. അതിൽ ഞാൻ ഈ കോഡ് സെറ്റ്, എനിക്ക് ഇതേപോലത്തെ സെയിം കോഡ് സെറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് വെച്ചാൽ ഞാൻ മിക്കയിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ട്. ഞങ്ങളൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് എടുത്താട്ടോ. ഞങ്ങൾ വെറുതെ ബോറടിച്ചപ്പോൾ എടുത്തുന്നല്ലോ. പിന്നെ അതാ കൂട്ടുകാരികൾ 3 പേരും കൂടിയിട്ട് ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ബന്ധുക്കളും പോയതിന് ശേഷം ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരിയും കൂടിയിട്ട് ഡാൻസ് എടുക്കാൻ നോക്കിയതാട്ടോ. ഞങ്ങൾ കുറച്ച് അധികം ടേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന വേറൊരു കൂട്ടുകാരി ആട്ടോ. പിന്നെ ഞങ്ങളൊരു 10 ടേക്കിന് ശേഷമാട്ടോ ഞങ്ങൾ റെഡി ആക്കിയത്. പിന്നെ ഞങ്ങൾ നേരെ നെസ്രീനെ കൊണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്ത ബാഗാട്ടോ ഞാൻ കാണിച്ചു തന്നത്. ആ നെസ്രീൻ്റെ ബാഗായിരുന്നു. നമ്മൾ സംസാരിച്ചിട്ട് നേരെ നെസ്രീനെ കൊണ്ടാക്കാൻ പോയിട്ടോ. പിന്നെ നേരത്തെ കാണിച്ചതാണ് അവളുടെ വീട്. അപ്പോൾ അവളുടെ വീട്ടിൽ നമ്മളാക്കി കൊടുത്തു. സിപ്പപ്പ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സിപ്പപ്പും കുടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നു കേട്ടോ. കാരണം മിൻഹാനെ നമുക്ക് കൊണ്ടാക്കാണ്ട്. അച്ഛനാട്ടോ കൊണ്ടാക്കി കൊടുക്കണേ. മിൻഹായുടെ വീട് എൻ്റെ വീടിൻ്റെ ഒക്കെ കുറച്ച് അടുത്തായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ട ആൾ ആദ്യമായിട്ടോ. എൻ്റെ പാപ്പൻ്റെ മോളാണ്. അവളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയിപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ മിൻഹാനെ വീട്ടിലാക്കി ഞങ്ങൾ വീട്ടിലും പോയിട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യാതെ പോയരുത്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.